നാമും കർത്താവും ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ ഹീറോയാണ്. നാം മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ വെറും സീറോയാണ്. ഹല്ലേലൂയ. ഒന്നുമില്ലാതിരുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും ആക്കി തീർക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. നമ്മുടെ ബലഹീനതയിൽ ശക്തി പകരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പ് അല്ലേ? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ് അല്ലെ? ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പൊ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? പ്രാരംഭത്തിൽ ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞ് ഞാൻ ആ മെസ്സേജിലേക്ക് കയറാം. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞു തുടങ്ങിയവര് അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്നിട്ട് മോനെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അടുത്ത വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അടുത്ത, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അതിന്റെ ലാസ്റ്റ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവില്ലാതെ നമുക്ക് യാതൊരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യോർദാൻ നിനക്ക് വിഷയമല്ല. ഒരു ആമേൻ പറ. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ യെരിഹോം നിന്റെ മുമ്പിൽ ഒരു വിഷയമല്ല. അമ്മേ, ഞാന് ഇന്ന് കേട്ടൊരു ദൈവ ശബ്ദം നിങ്ങളോട് ഇങ്ങനെ പറയാം. സ്തോത്രം. അത് നിങ്ങളോടുള്ള ദൂതായിട്ട് ഏറ്റെടുക്കണം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നീട്ടിപ്പിടിക്കാൻ അവൻ വഴി നീട്ടാൻ ഒരു മോശ ഉണ്ടെങ്കിൽ ചെങ്കടൽ വഴിമാറിയിരിക്കും. യെസ്. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവില് വിശ്വാസത്തിന്റെ വഴി നീട്ടാൻ ഇന്ന് പ്രഭാതം നീ തയ്യാറാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ കുറിച്ചു വെച്ചോ. തമ്പുരാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ. ഏത് ചെങ്കടലിനെയും ദൈവത്തിന് രണ്ടാക്കി മാറ്റാൻ കഴിയോ? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവില് ഒരു കാഹള ശബ്ദം പോലെ ഒരു ദൈവിക വിടുതലിന്റെ കര ദൈവം ഇന്ന് മകൻ നീട്ടാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജന ആരാധിച്ചാത്മാവില് ഇന്ന് രാത്രി പകൽ ആ ദൂതേറ്റെടുത്തോ. വഴി നീട്ടാൻ ഒരു മോശയുണ്ടോ? അവ ചെങ്കട വിഭാഗിക്കാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. മക്കളെ, മറന്നു പോവല്ലേ. ഈ ദൂത് നിങ്ങളുടെ അകത്ത് കുറിച്ചിട്ടേക്കണം കേട്ടോ. അവൻ ചെങ്കട നിങ്ങളുടെ മുമ്പിൽ വരട്ടെ. പക്ഷെ വഴി നീട്ടുവാൻ ഒരു മോശയുള്ളിടത്തോളം കാലം നിന്റെ മുമ്പിൽ ചെങ്കട നിൽക്കുകയില്ല. ഇല്ല. എത്ര അവൻ കൂലം കുത്തി ഒഴുകുന്ന യോർദാൻ നിനക്കും നിന്റെ തലമുറക്കും കുടുംബത്തിനുമെതിരെ അവൻ പാഞ്ഞൊഴുകി വന്നാൽ, പുരോഹിതന്മാരുടെ കാല് അവൻ യോർദാന്റെ വക്കത്ത് ചവിട്ടുമ്പോൾ തോളത്ത് പെട്ടകമുണ്ടെങ്കിൽ നീ അതിനെ ഓവർകം ചെയ്യുക. ദൈവത്തിന്റെ പെട്ടക തോളിൽ വെച്ച ദൈവദാസനെ, ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ചു പറ, എന്റെ തോളത്ത് നിയമത്തിന്റെ പെട്ടകമുള്ളിടത്തോളം കാലം വസി ദൈവമായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ പെട്ടക എന്റെ തോളിൽ ഉള്ളിടത്തോളം കാലം ഒരു യോർദാനും എന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല. ഇന്ന് പ്രഭാത ഈ ആരാധനക്ക് വന്ന ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, ഒരു മരണ യോർദാനും നിന്നെ മുക്കുകയില്ല. അതെന്നോടാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആത്മനിറവിൽ ആരാധിച്ച് ഇന്ന് പകൽ വിടലിട്ടെടുക്ക. ഒരു മരണ യോർദാനോ എന്നെ മുക്കാൻ കഴിയത്തില്ല.
ഉടമനഘടകജഗല ധിബലഘടകദല അൽഖനഘടകദന റിബൽഘടകക്ഷരാദല അധുനബലഘടകൽ ഘടകം ധലാദലാദ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ നിന്ന് ചില മരണദൂതൻ ഇന്ന് പകൽ വഴിമാറുകയാണ്. മരണദൂതൻ വഴിമാറുകയാണ്. ഒരാർപ്പ് വിളിയോടെ ഇന്ന് പകൽ വചനമേറ്റെടുക്ക. ആരുടെക്കിയ കുടുംബത്തിനകത്തുനിന്ന്, ആരുടെക്കിയ ഭവനത്തിനകത്തുനിന്ന് ചില മരണശക്തികൾ ഇന്ന് പകൽ അഴിയുന്നു. ചില മരണത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അഴിയുന്നു. ഒരു വലിയ ആർപ്പോടെ, ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചു പറ. ഉടമനഘടകദലാദല അഭിഷിക്തന്മാരെ ആത്മാവി ക്ലെയിം ചെയ്ത് ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചേ, ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. ദൈവ സാന്നിധ്യത്തോടെ ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ചേ. എനിക്കറിയാം മരണം നിഴലായ ചില യോർധാനികൾ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ഇന്ന് പകൽ മാറട്ടെ. മരണ നിഴലായ ചില കാമൽ ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ ഇന്ന് പകൽ ക്ലെയിം ചെയ്ത് പറ, ദൈവത്തിന്റെ പെട്ടക എന്റെ തോളിൽ ഉള്ളിടത്തോളം കാല, ദൈവത്തിന്റെ പെട്ടക എന്റെ തോളിൽ ഉള്ളിടത്തോളം കാല ഒരു യോർധാനും എന്നെ മുക്കാൻ കഴിയത്തില്ല. ഞാൻ ദൈവജനത്തോട് പറയുന്നു, ഈ സാന്നിധ്യം ചലിക്കുമ്പോ നിങ്ങൾ ആരും കൈകെട്ടി നിൽക്കല്ലേ. നിന്റെ വിടുതൽ നീ പ്രാപിച്ചോ, അല്ലെങ്കിൽ വന്നവർ കൊണ്ടുപോകുക. നിന്റെ വിടുതൽ നീ പ്രാപിച്ചോ, അല്ലെങ്കിൽ വന്നവര് ആ വിടുതൽ പ്രാപിച്ചു പോവുക. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ദരിദ്രന്മാരെ അവൻ നിറച്ചു വിടുന്നു, സമ്പന്നന്മാരെ അവൻ വെറുതെ അഴക്കുന്നു. അന്യഭാഷ പ്രാപിച്ച ദൈവജന അന്യഭാഷകളാൽ ദൈവത്തോട് സംസാരിക്ക. അന്യഭാഷകളാൽ ദൈവത്തോട് സംസാരിക്ക. അന്യഭാഷകളാൽ ദൈവത്തോട് സംസാരിക്ക. അതിശക്തമായ വിടുതലുകൾ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ആരംഭിക്കുകയാണ്. വചനത്തിന്റെ ശക്തിയാണ്, വചനത്തിന്റെ വിടുതൽ, വചനത്തിന്റെ ശക്തി ഈ പകൽ വ്യാപരിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്, ആമേ ചെങ്കടൽ വരട്ടെ, വഴിനീട്ടൻ മോശയുണ്ടോ, യോർദാൻ വരട്ടെ, പെട്ടകം തോളത്തിലെടുക്കാൻ പുരോഹിതന്മാരുണ്ടോ, നിന്റെ മുമ്പിൽ അത് നിൽക്കുകയില്ല. ആമേൻ. 2-3 കാര്യങ്ങൾ എന്റെ അന്തരാത്മാവിൽ ദൈവം ഇങ്ങനെ ഓടിച്ചോടിച്ച് പറയുന്നത് കൊണ്ട് ഞാനതങ്ങ് പറയുക കേട്ടോ. ആമേൻ. ഒരു കാര്യം പറഞ്ഞു, ചെങ്കടൽ വന്നാൽ വഴി നീട്ടാൻ ഒരു മോശ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. എരിഹോ വന്നാൽ ആമേ പെട്ടകം ചുമന്നുകൊണ്ട് കാഹളം വിളിക്കാൻ, കാഹളം ഊതാൻ, ചുറ്റാൻ ഒരു വട്ടം ജനമുണ്ടെങ്കിൽ, യോർദാൻ വന്നാൽ ദൈവത്തിന് പെട്ടകം ചുമക്കാൻ ഒരു വട്ടം പുരോഹിതന്മാരുണ്ടെങ്കിൽ, ഗോലിയാത്ത് വന്നാൽ അഭിഷേകത്തോടെ എറിയാൻ ഒരു ദാവീദുമാരുണ്ടെങ്കിൽ, നിന്നെ കീറുമെന്ന് വരുന്ന ശത്രുവിനെ തകർക്കാൻ ഗിദെയോനെ പോലെ ഒരു ആത്മബലമുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ പരാജയപ്പെടുകയില്ല. നിന്റെ അകത്ത് ബലം തന്നൊരു ദൈവം, നിന്റെ അകത്ത് ശക്തി തന്നൊരു ദൈവം, നിന്റെ ഉള്ളിൽ ബലം കൽപ്പിച്ചാക്കിയ ഒരു ദൈവം പരാജയപ്പെടാൻ ദൈവം അനുവദിക്കയില്ല. ഹല്ലേലൂയ. പൗലോസിന്റെ 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അതൊരു വെല്ലുവിളി ശബ്ദമല്ലേ, അതൊരു ചോദ്യമല്ലേ? ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉറച്ച ചോദ്യമാണ്, ഞാൻ ദൈവത്തെയാണ് സേവിക്കുന്നത്, ഞാൻ തമ്പുരാനാണ് ആരാധിക്കുന്നത്, എനിക്ക് പ്രതികൂലമായി നിൽക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു ഹല്ലേലൂയ പറ. തമ്പുരാൻ കഴുതയുടെ പുറത്ത് വാഹനം കയറിയാലും വഴിയറമ്പിൽ ആമേൻ ചില്ലകൾ വിരിക്കപ്പെടും അല്ലേ? കഴുതയുടെ പുറത്ത് തമ്പുരാൻ കയറിയാൽ പരവതാനികൾ വിരിക്കപ്പെടും. കാരണം അത് പുറത്തിരിക്കുന്നവന്റെ കഴിവാണ്. സ്വതന്ത്രം പറഞ്ഞേ, ചുമക്കുന്നവന്റെ കഴിവല്ല, അതിൽ മുകളിൽ ഇരിക്കുന്നവന്റെ കഴിവാണ്. സ്വതന്ത്രം ചെയ്ത് അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു കാര്യവും നിനക്ക് അസാധ്യമല്ല. അടുത്തിരിക്കുന്ന 2 പേരോട് ആ കരം കൊടുത്ത്
ഒന്ന് ആത്മനിറവിലെന്ന് പറഞ്ഞേ ആമേൻ. എനിക്ക് ദൈവം അനുകൂലമാണ്. ഒന്ന് പറഞ്ഞേ എല്ലാരും പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലം. ഞാന് ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്ന് ഞാൻ പറഞ്ഞത് ആമേൻ ദാവീദിന്റെ കാര്യമാണ്, അല്ലെ? ദാവീദിന്റെ കാര്യമാണ്. ചേട്ടന്മാരും ഗോലിയാത്തും അല്ലെങ്കിൽ ശൗലുമൊക്കെ മൂന്ന് തരത്തിൽ അസാധ്യങ്ങളെ പറയുന്നുണ്ട്, അല്ലെ? ഗോലിയാത്തിനെ നോക്കിയിട്ട് ശൗല് പറഞ്ഞത് അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്, ബാല്യം മുതൽ യോദ്ധാവാണ്, തകർക്കുക, ഹൃദയത്തെ തകർക്കുക, ബാല്യം മുതൽ യോദ്ധാവാണ്. രണ്ട്, ചേട്ടന്മാര് പറഞ്ഞു നീ വന്നത് യുദ്ധം കാണാൻ വേണ്ടിയാ. കളിയാക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ഒരു പ്രത്യേക തരം പോരാട്ടം. എന്നാൽ അടുത്തത് ഗോലിയാത്ത് പറയാണ്, നീ എന്നോട് കല്ലും കൊണ്ടുവരാൻ ഞാൻ ഒരു നായിയാണോ? ഇപ്പൊ മൂന്ന് പ്രതിസന്ധികൾ. ഒന്ന്, വീട്ടിൽ നിന്ന് ചേട്ടന്മാർ. രണ്ട്, താനായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, ആമേൻ, ശൗലിന്റെ കൂട്ടത്തിൽ നിന്ന്. മൂന്ന്, തനിക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പക്ഷത്തിൽ നിന്ന്. ഒരു മനുഷ്യൻ ഇത്രയും മാത്രം ഞെരുങ്ങാൻ വേറെ എന്താ വേണ്ടേ? വീട്ടിനകത്തുനിന്ന് പ്രതിസന്ധി, ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് പ്രതിസന്ധി, തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത്, തനിക്ക് മുമ്പിൽ പ്രതിസന്ധി. ഇതിന് മൂന്നിനെയും അവൻ ദാവീദ് കോടീകരിച്ച് ഒരൊറ്റ വാക്ക് പറഞ്ഞു, ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. അതിന് ദാവീദിന് മറുപടി ഇതാണ്. ആമേൻ. ഞാൻ പറയാൻ മോനെ, ദാവീദിന് മറുപടി ഇതാണ്, ഞാൻ വരുന്നത് എന്റെ വീട്ടുകാരുടെ ബലത്തിലല്ല, എന്റെ രാജ്യത്തിന്റെ ബലത്തിലല്ല, ഞാൻ പഠിച്ച എന്റെ പഠിപ്പിന്റെ ബലത്തിലല്ല, ഞാൻ വരുന്നത് ഒരു ദൈവം എനിക്ക് അനുകൂലമാണ്. ഒരു ദൈവം എനിക്ക് അനുകൂലമാണ്, ഒരു ദൈവം എനിക്ക് അനുകൂലമാണ്. കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ പറ. അവൻ, നിങ്ങൾക്കറിയാമോ, ദൈവം അനുകൂലമായി നിന്നപ്പോ വാള് വേണ്ടായിരുന്നു, ദൈവം അനുകൂലമായി നിന്നപ്പോ രഥങ്ങൾ വേണ്ടായിരുന്നു, ദൈവം അനുകൂലമായപ്പോൾ ഒരു യുദ്ധ സാമഗ്രികളും അവന് അനുകൂലമായി വേണ്ടായിരുന്നു. ദൈവം അനുകൂലമായപ്പോൾ കാലിയായ കരം കൊണ്ട് യുദ്ധത്തിനകത്ത് ജയം നൽകി കൊടുത്തു. ഇന്ന് പകൽ പരിശുദ്ധന പറയുന്നു, ഈ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, നിന്റെ കൂടെ ആരുമില്ലെങ്കിലോ, നിനക്ക് കരത്തിലൊന്നുമില്ലെങ്കിലോ, നിന്റെ കൂടെ പറയാൻ ആരുമില്ലെങ്കിലോ, ജയം നിനക്കാകുഞ്ഞേ, ജയം നിനക്കാകുഞ്ഞേ. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ജയം നിനക്കാണ്, ജയം നിനക്കാണ്. സവനഘടകജകല പരിശുദ്ധന പറയുന്നു, ജയം നിനക്കാണ്, ജയം നിനക്കാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. മോളെ, കർത്താവ് നിന്നോട് വന്ന് എഴുന്നേറ്റിരുന്നു. മോള് തന്നെ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ജയം ദൈവം നിനക്ക് നൽകി തരും, ജയം ദൈവം നിനക്ക് നൽകി തരും. ഒരു ത്രാസ് എന്നെ ദൈവം കാണിക്കുക. ആ ത്രാസിന്റെ രണ്ട് തട്ടുകൾ, ഒന്ന് താഴിയും മറ്റൊന്ന് പൊങ്ങിയും ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ അവൻ ശത്രു നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവകൃപ കുഞ്ഞെ ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പകരും. മോളെ, ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? ആമേൻ. കർത്താവ് വളരെ ശക്തമായി നിന്നോട് ഇന്ന് പകൽ ഇടപെടാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിലെ പല നന്മകളെയും അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ശത്രു വിട്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ ഇന്ന് പകൽ തമ്പുരം പൊട്ടിക്കാൻ പോകുകയാണ്. നീ എന്തിനൊക്കെയോ ഭയപ്പെടുകയാണ്, ഏതിനൊക്കെയോ നീ ഭയപ്പെടുകയാണ്. ഒരിക്കൽ നീ ബലമുള്ളവളായിരുന്നു, ഒരിക്കൽ നീ ഒന്നിനെയും ഭയപ്പെടാത്തവളായിരുന്നു, എന്തും ചെയ്യാൻ നിനക്ക് ധൈര്യമുള്ളവളായിരുന്നു. എന്നാൽ സകലത്തിനെ അവൻ പകച്ചു നിൽക്കുന്നവളെ പോലെ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാനിനി വെറും സീറോയാണ്. നീ നിന്നിൽ തന്നെ ഒതുങ്ങുകയാണ്, നീ നിന്നിൽ തന്നെ ഒന്നുമില്ലാത്തവളായി ഒതുങ്ങി മാറുകയാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ഒരു കൂട് പൊളിച്ച് ദൈവത്തിന് വെളിയിൽ കൊണ്ടുവരാൻ പോകും.
അവൻ നിനക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നു, ഒരുപാട് മാന്യതകൾ ദൈവം തന്നു. പക്ഷേ ഇന്ന് നീ ഒന്നുമില്ലാത്തവളായി നിൽക്കുക. നിന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രം മുഴുവൻ കാലിയായി നിൽക്കുക. ഒരുപാട് പേര് നിന്നെ ധൈര്യപ്പെടുത്താൻ ചുറ്റുമുണ്ട്, പക്ഷേ നിനക്ക് ധൈര്യം കിട്ടുന്നില്ല. എന്നാൽ ഈ ആലയത്തിന്റെ പടി ചവിട്ടി നീ ഇറങ്ങുന്നതിന് മുൻപേ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സൈന്യങ്ങളുടെ യഹോവ ആലോചന പറയുകയാണ്. ദൈവം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ദൈവം എനിക്ക് ദോഷം ചെയ്യുന്നത് എന്താ എന്ന് നീ ചോദിക്കുന്നെങ്കിൽ നിനക്കൊരു ദൈവമുണ്ടെന്നും നിന്റെ പക്ഷത്ത് നിൽക്കാൻ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നിനക്ക് അനുകൂലമെന്ന് ഈ ദിവസം ദൈവം തെളിയിക്കും. കഴിഞ്ഞ 6 മാസമായി നിന്റെ ഉറക്കത്തെ പോലും ശത്രു എടുത്തു കളഞ്ഞു. ഇപ്പോൾ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോ പോലും നിനക്ക് ഭയമാ. ഓരോരുത്തരും നിന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് ഉത്തരം പറയാൻ നിനക്ക് പേടിയാ. ഞാൻ എന്ത് പറയും, ഞാൻ അവരോട് എന്താ പറയുന്നത്? എന്നാൽ നീ സമൗനമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവം ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവീക ഇടപെടൽ ഇന്ന് പകൽ നിന്റെ മകളുടെ മേൽ ഉണ്ടാകാൻ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ. ഒരിക്കലും ഫലമുണ്ടാവത്തില്ല, എന്നിൽ ഒരു ഫലം ഉളവാകത്തില്ലെന്ന് നീ വിധി നിർണയിച്ചു വെച്ചേക്കുക. പക്ഷെ നീ എഴുതി വെച്ച വിധി ഇന്ന് തമ്പുരാൻ പൊട്ടിക്കുക. ദൈവം നിന്നിൽ ഫലമുണ്ടാകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കരം തട്ടി ഇന്ന് പകൽ കർത്താവിന് മഹത്വം കൊടുക്ക്. ചില ദൈവിക ഇടപെടലുകൾ ഇന്ന് പകൽ ദൈവം ചെയ്യുകയാണ്. ചിലരോട് ദൈവം ഇടപെടാൻ പോകുകയാണ്. അതിശക്തമായ നിലയിൽ ദൈവം ചിലരോട് ഇന്ന് പകൽ സംസാരിക്കാൻ പോകുകയാണ്. അതിശക്തമായി ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാലം ഒരാലോചന പറയുന്നു. ദൈവം ചിലതിന്റെ മേൽ ഒരു നിയോഗങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുത്തുകയാ. Hallelujah. മകളെ, ആ ദുബായിൽ നിന്ന് വന്ന മോനെ, കർത്താവ് ഒന്ന് എഴുന്നേറ്റ് നിന്നെ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, മോനെ നീ ഒരു ശുശ്രൂഷ വൃന്ദത്തിന്റെ കൂടെയാ നിൽക്കുന്നേ. ഒരു ശരിയാണോ? നീ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ കൂടെയാ നിൽക്കുന്നത്. ആ കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് നിനക്കൊരു യാത്രയുണ്ട്. അവൻ കുഞ്ഞിനെ കൊടുത്തിട്ട് ഓടി വരാമോ? ഇന്നൊരു കൈവെപ്പ് നിന്റെ മേലുണ്ട്. അവൻ എല്ലാരും പ്രാർത്ഥിച്ചോ, ഈ വ്യക്തിയുടെ മേൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തിയുണ്ട്. മക്കളെ ഒന്ന് നീങ്ങിക്കേ. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് ഈ മനുഷ്യൻ പുറകിൽ വന്നാണ് ഇരിക്കുന്നതെങ്കിലും എന്നോട് കർത്താവ് നീ മനുഷ്യരുടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അവൻ കർത്താവിനോട് പറഞ്ഞത് വ്യക്തമാണ്. ഒരു ശുശ്രൂഷയുടെ ടീമിനകത്ത് പുള്ളി വളരെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, നിന്നെ ദൈവം തീ കഷണമാണ്. പ്രാർത്ഥിച്ച് ഈ വ്യക്തിയെ ദൈവം തീ കഷണമാക്കാൻ പോകുക. ഒരത്ഭുത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ മകന് ഇന്ന് പകൽ അഭിഷേകം ചെയ്ത് ദൈവം പറഞ്ഞടക്കാൻ പോകുക. ഈ ആലയത്തിന്റെ പടി ചവിട്ടി മകനെന്ന് ഇറങ്ങുന്നത് ഒരഭിഷേകത്തോടെ ആയിരിക്കും. രാജ്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ദേശങ്ങൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ആഫ്രിക്ക 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 ആഫ്രിക്കയിലേക്ക് എന്റെ വചനമായി ഞാൻ നിന്നെ ഓടിക്കും. 2 തവണ നീ കാലുകുത്തി, പക്ഷെ 3-ാമത്തെ തവണ നീ കാലുകുത്തുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ഭയങ്കര അസാധാരണ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുക. അവൻ ഈ അഭിഷേകം നിങ്ങളെ തൊടാൻ പോകുകയാണ്. ഈ അഭിഷേകം ഇന്ന് പകൽ നിങ്ങളെ തൊടാൻ പോകുകയാണ്. ഉടമനകടകരല്ല, ഈ കുടുംബത്തിന്റെ മേൽ അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ഒരു അസാധാരണ ദൈവകര ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ഉടമനകടക ധുനമന ഹൽക്കനകടകര
ഓ ശബലരഗദല ഹതുനഗടഗജഗലാദന. കർത്താവിന്റെ ദാസി, എന്നോട് കർത്താവ് പറയുന്നു, നിനക്കുള്ളത് വിട്ടുകൊടുക്കാൻ മകളെ നീ തയ്യാറല്ല. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ചിലതിനെ കവർന്നെടുക്കാൻ, ചിലതിനെ പിടിച്ചു വാങ്ങിക്കാൻ, ചിലതിനെ വലിച്ചൊണ്ട് പോകാൻ ശത്രു കരം നീട്ടുമ്പോൾ ആ കരത്തെ നീ വെട്ടിക്കൊണ്ടിരിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവെന്നെ കാണി. ഒന്ന് വന്നു എന്നോട് കർത്താവ് പറയുക, പലതവണ ചിലതിനെ അകത്തളത്തിൽ നിന്ന് വെട്ടിയെടുത്ത് വേരോടെ അതിന് വെട്ടിക്കളയാൻ അവസരം ഒരുക്കുമ്പോ, ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല, അതിനെ വെട്ടിമാറ്റാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒറ്റക്ക് നിന്ന് പോർക്കളത്തിന് പോരാടിക്കൊണ്ട് നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ചില സമയത്ത് അവൻ ശിംശോൻ പറഞ്ഞു, ദൈവമേ ഞാൻ തളർന്നു പോയല്ലോ, ഞാൻ ക്ഷീണിച്ചു പോയല്ലോ, ഞാൻ ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടുമോ എന്നോർത്ത് ശിംശോൻ വാമൻ വേദനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ലേഹിയിൽ ഒരു കുഴി പിളർന്ന് അവന്റെ ദാഹത്തെ മാറ്റി അവനെ ശക്തീകരിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആയിരിക്കുന്ന ഇടത്ത് വാടിപ്പോകുമെന്ന് പറയുന്ന ചിന്തിക്കുന്നിടത്ത് ആത്മാവിന്റെ നിറവ് തന്ന്, ആത്മാവിന്റെ ശക്തി തന്ന് ചിലതിന് വേണ്ടി പോരാടാൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്തുനിന്ന് പോകുന്നത് ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെയാ. പരിശുദ്ധാത്മാവോട് പറയുന്നു, പുതുഭാഷയോടെ, അന്യഭാഷയാൽ ദൈവം നിറക്കാൻ പോകുക. അന്യഭാഷ അടയാളത്തോടെ അഭിഷേകത്തിന്റെ ശക്തി തന്റെ ദാസിയുടെ നാവിൽ ദൈവം നിറക്കുക. അന്യഭാഷയാൽ ദൈവം നിറക്കുക. പ്രാപിച്ചോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മകളുടെ മേൽ വ്യാപരിക്കുന്നു, അധരങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. അധരങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. അന്യഭാഷ അടയാളത്തോടെ ദൈവം നിറയ്ക്കുക. കർത്താവേ, യാക്കോബ് നിന്നതുപോലെ ചിലതിന്റെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാനുള്ള ദൈവകൃപ ദൈവം ചൊരിയുന്നത് കൊണ്ട് നന്ദി. മകളെ, ഇന്ന് നീ ഇവിടെ നിൽക്കുമ്പോ അവൻ കെട്ടപ്പെട്ട ചിലതിന്റെ കെട്ട് ദൈവം അഴിച്ചു പുറത്തു കൊണ്ടുവരും. എന്നോട് കർത്താവ് പറയുന്നു, ആരെങ്കിലും ഇതെന്തിനാന്ന് ചോദിച്ചാൽ തമ്പുരാന്റെ മറുപടി, ഇവനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ചിലത് കെട്ടപ്പെട്ട് കിടക്കുന്നത് തമ്പുരാൻ ഇന്ന് പകൽ അഴിച്ചെടുക്കാൻ പോകുക. ഇന്ന് പകൽ അഴിച്ചെടുക്കാൻ പോകുക. തമ്പുരാൻ എന്നോട് പറയുന്നു, അതിനെ ദൈവത്തിന് ആവശ്യമുണ്ട്, അതിനെ തമ്പുരാൻ ആവശ്യമുണ്ട് എന്ന നിലയിലേക്ക് ദൈവം അഴിച്ചു പുറത്തു കൊണ്ടുവരും. പിതാവേ, തൃക്കരം കൂടെ ഇരിക്കും. അത് യേശുവിൻ നാമത്തിൽ പിതാവേ. കരം തട്ടി നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. ശക്തിയോടെ ആമേൻ പറഞ്ഞേ. അല്ലൻ, നിന്നോടൊരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, നിന്റെ കരങ്ങളിലൂടെ ചിലത് ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, നിന്റെ കരത്തിൽ ദൈവം ചിലത് ഏൽപ്പിക്കുകയും ഒരു ലീഡർഷിപ്പിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുക. ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് ദൈവം നിന്റെ മേൽ പകരും. ദൈവം നിന്റെ മേൽ പകരും. ആത്മാവനോട് പറയുന്നു, ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഈ ദിവസം ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. ചിലത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരഭിഷേക തൈലം ഈ ദിവസം ദൈവം നിന്റെ മേൽ പകരുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത പറയുകയാണ്. പ്രാർത്ഥിച്ചോ. ചിലതിന്റെ മേൽ ചില അധികാരം തന്ന് നിന്റെ വാക്കിനാൽ ചിലത് ചലിക്കത്തക്കവണ്ണ അധികാരത്തിന്റെ വാക്ക് തന്ന് ദൈവം നിന്നെ നിർത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല. കർത്താവേ, നിന്റെ കുഞ്ഞിനെ യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. കരമടിച്ച് കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വേഗത്തിൽ വായിച്ച് നമുക്ക് ആ ഭാഗം വിടണം. ഒന്ന്, ദാവീദിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെ ജയിക്കാൻ ദൈവം തനിക്ക് അനുകൂലമായിരുന്നു. ഒരാമേൻ പറ. രണ്ട്, കനാൻ ദേശം ഉറ്റുനോക്കാൻ, അതാ പറഞ്ഞു നിർത്തി അല്ലേ?
കഴിഞ്ഞ ദിവസം കനാൻ ദേശം ഉറ്റുനോക്കാൻ 12 പേര് പോയി. 10 പേര് അവിശ്വാസം പറഞ്ഞു, 2 പേര് വിശ്വാസം പറഞ്ഞു. അവര് പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ആ ദേശം പിടിച്ചിരിക്കും. സ്വതന്ത്രം പറ. അങ്ങനെയാണെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി പറ, എനിക്ക് ദൈവം അനുകൂലമാണെങ്കിൽ ഞാൻ അത് പിടിച്ചിരിക്കും. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ അത് ഞാൻ കൈവശമാക്കിയിരിക്കും. പറ എല്ലാവരും പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ ജയം പ്രാപിക്കും. ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ജയം കാണും. മൂന്നാമത്തെ ഒരു സംഭവം ഞാൻ ഓടിച്ചെന്ന് പറയാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദവാക്യം. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ശ്രദ്ധിച്ചേ, പ്രവാചകന എലീശയ്ക്ക് ചുറ്റും, എലീശ പാർക്കുന്ന കൂടാരത്തിന് ചുറ്റും, അവൻ ദൈവദാസൻ വസിക്കുന്ന പാളയത്തിന് ചുറ്റും രഥങ്ങൾ, കുതിരകൾ, ശത്രു സൈന്യം ഇതാ വളഞ്ഞിരിക്കുകയാണ്. ബാല്യക്കാരൻ അവനോട്, യജമാനനെ നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. സഹോദരൻ പറഞ്ഞേ, ബാല്യക്കാരൻ ചോദിക്കുന്നു, യജമാനനെ നാം എന്ത് ചെയ്യും? ഈ ചോദ്യം ഒരാളല്ല, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരു വലിയ പ്രതിസന്ധി നമുക്ക് ചുറ്റും വന്നിട്ടുണ്ട്, നാം ഇനി എന്ത് ചെയ്യും? ആ വിഷയം അവൻ അടക്കപ്പെട്ടിരിക്കുന്നു, നാം എന്ത് ചെയ്യും? ആ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി സാധ്യതയില്ല, നാം എന്ത് ചെയ്യും? നാം വിചാരിച്ച പ്രശ്നം നമുക്കെതിരെ വന്നിട്ടുണ്ട്, നാം എന്ത് ചെയ്യും? ദൈവമൈതലേ, ഇത് നിന്നോടുള്ള ദൂതാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് നീ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂത്, ഈ ദൈവം നിനക്ക് അനുകൂലമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും? ആ പ്രതികൂലത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ തലമുറയുടെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാണ് നീ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവം നിനക്ക് അനുകൂലമാകാൻ പോകുകയാണ്. അടുത്ത വാക്യം, നാം എന്ത് ചെയ്യും? അടുത്തത്, അതിനവൻ പേടിക്കേണ്ട, എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി തണ്ടേടത്തോടെ പേടിക്കണ്ട. എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ ചോദ്യം കേട്ട എനിക്ക് പേടിയാകുന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ എന്ന് പറ. കൊച്ചെ, ഇതുകൊണ്ട് ഒന്ന് അലക്കിയിട്ടെ എന്ന് പറഞ്ഞാൽ ചില പെൺപിള്ളേര് അലക്കുന്ന കണ്ടിട്ടുണ്ട്. തുണിക്ക് വേദന എടുക്കും, അങ്ങനെ അലക്കരുത്. ആമേൻ. അലക്കണമെങ്കിൽ അതിന്റെ അഴുക്ക് പോകാൻ പറ്റിയ നീലി അലക്കണം, അല്ലേ? സ്തോത്രം. ഒന്ന് അല്ലല്ലോ എന്ന് പറ. അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? അടുത്തിരിക്കുന്ന ആളോട് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനകത്ത് അവിടെ പേടി പോണം എന്ന് പറഞ്ഞ. ഇനി പറഞ്ഞ് അടുത്ത ആളോട് എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചവനെ, എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സാധാരണയിൽ ആ വാക്ക് പറയേണ്ടത് നമ്മോട് കൂടെ ഉള്ളവൻ എന്നല്ല പറയണ്ടേ, നമ്മോട് കൂടെ ഉള്ളവൻ. പക്ഷെ ആ വാക്ക് ഏകവചനമല്ല, ബഹുവചനമാണ്. നമ്മോട് കൂടെ ഉള്ളവർ. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരാളല്ല ഇറങ്ങിയിരിക്കുന്നത്. എന്നെ വിടുവിക്കാൻ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. നിന്നോട് ദൂതാണെങ്കിൽ ഏറ്റെടുത്തേക്കണ. എന്നെ വിടുവിക്കാൻ ഒരാളല്ല, എന്റെ കുടുംബത്തിന് അവൻ വന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ രക്ഷിക്കാൻ ഒരാളല്ല ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട്. ബൈബിൾ പറയാണ്, അവരോട് കൂടെ ഉള്ളവരേക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ.
ഒറ്റ വിഷയമേ ഉള്ളൂ, അവരുടെ കൂടെ ഉള്ളത് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. നമ്മുടെ കൂടെ ഉള്ളവനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അദൃശ്യമായ ലോകത്ത് നടക്കുന്ന ആത്മീയ പോരാട്ടത്തെ ജയിക്കാൻ അദൃശ്യനായ ദൈവത്തിന്റെ മാലാഖമാർ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങിയാണ്. ആത്മാവ് ഞാൻ പറയുന്നു, നിനക്കും നിന്റെ തലമുറക്കും കുടുംബത്തിനുമെതിരെ വ്യാപരിക്കുന്ന ഒരു സ്പിരിച്വൽ വാർഫെയർ ഉണ്ടല്ലോ, അതിനെതിരെ യുദ്ധം ചെയ്യാൻ ഈ പകൽ ദൈവദൂതന്മാർ എനിക്ക് ആ വാക്യം പല ആവർത്തി വായിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൂടെ വായിച്ചു. അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞു. എന്താ അധികം? ആത്മാവിൽ ഒന്ന് കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ പറ്റുമോ? നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നവരേക്കാൾ അധികം നിന്റെ കൂടെ ഉണ്ട്. പോരാ, ആമേൻ. നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നവരുടെ കൂട്ടത്തേക്കാൾ അധികം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഈ ഞായറാഴ്ചയുടെ പകൽ ദൈവം നിനക്ക് കൃപ ചെയ്യട്ടെ. നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന, നിനക്കെതിരെ പോരാടാൻ വരുന്ന, നിനക്കെതിരെ അമ്പും വില്ലും കൊണ്ടുവരുന്ന, നിനക്കെതിരെ യോദ്ധാക്കളായി വരുന്ന അവരെക്കാൾ അധികം അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അനുഭവിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, നമ്മോട് കൂടെ. അടുത്തത്, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ എന്ത് കാണണം? ഈ ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ കണ്ട പോലെ ഇവനും ഒന്ന് കാണണം. മക്കളെ, ഇത് സീരിയസ് ആയിട്ട് കേൾക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജയം ഉണ്ടാകണമെങ്കിൽ ഞാൻ മാത്രം കണ്ട പോലെ എന്റെ ഭാര്യ കാണണം. ഞാൻ നിൽക്കുന്ന ആത്മീയ പോരാട്ടത്തിന്റെ നടുവിൽ എന്റെ പോരാട്ടം എന്റെ ഭാര്യ കാണണം, എന്റെ മക്കൾ കാണണം. എങ്കിൽ മാത്രമേ ഈ പോരാട്ടത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. ദൂത മനസ്സിലായോ? നിങ്ങൾ മാത്രം ഇത് കണ്ടാ പോരാ. നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് നിങ്ങളുടെ കുടുംബം ഇന്ന് പകൽ കാണട്ടെ, ആത്മാവിൽ ഒന്ന് കാണട്ടെ. അവർ കണ്ടിട്ട് പറയട്ടെ, ഈ ദൈവം എനിക്ക് അനുകൂലമാണ്, ഈ ദൈവം എനിക്ക് അനുകൂലമാ, ഈ ദൈവം എനിക്ക് അനുകൂലമാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കൺഫ്യൂഷൻ സ്പിരിറ്റ് ദൈവ ആലയത്തിനകത്തുനിന്ന് ദൈവം എടുത്തു മാറ്റാൻ പോകുകയാണ്. ചില സംശയത്തിന്റെ ദുരാത്മശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ശാസിക്കുക. ആമേൻ. കർത്താവിന് സ്തോത്രം പറ. ഞാൻ നിങ്ങളോട് വളരെ ആഴമായൊരു സത്യം പറയാം മക്കളെ, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് കുടുംബമായി ഒരു സ്പിരിച്വൽ വാർഫെയറിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരാത്മീയ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഭർത്താവ് ഒറ്റക്ക് നിന്നാലൊക്കത്തില്ല, ഭാര്യ തനിച്ച് നിന്നാലൊക്കത്തില്ല. ഭർത്താവ് കാണുന്ന കാഴ്ചപ്പാടിൽ ഭാര്യയും വരണം, ഭാര്യ കാണുന്ന കാഴ്ചപ്പാടിൽ. അങ്ങനെ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്താൽ മാത്രമേ നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം, വളരെ ക്ലിയർ ആയിട്ട് പറയാം. കുറെ നാളുകളായിട്ട് നിന്നെ മാത്രം, നിന്റെ കുടുംബത്തെ മാത്രം ഫോക്കസ് ചെയ്ത്, നിന്റെ തലമുറയെ മാത്രം ഫോക്കസ് ചെയ്ത് പിശാച് അഴിച്ചുവിടുന്ന ചില പദ്ധതികളില്ലേ, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നീ ഒറ്റക്ക് നിന്നാൽ ഒക്കത്തില്ല. ആ വിടുതൽ ഒരുമിച്ച് കണ്ട ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കുറച്ചുകൂടി പറയാ, അവൻ വീട്ടിനകത്ത് കടക്കാര് വന്ന് എന്റെ കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് പോകുമെന്ന് പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുമ്പോൾ പ്രവാചകന്റെ ചോദ്യം, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എന്ന പ്രവാചകന്റെ അടുത്ത ദൂത്, നീയും നിന്റെ മക്കളും വാതിലടച്ചകത്ത് കയറണം. മനസ്സിലായില്ലല്ലേ? കാലിയായത് നിറക്കുന്ന ഒരു സ്പിരിച്വൽ വാർഫെയർ മുറിക്കകത്ത് നടക്കണമെങ്കിൽ നീയും നിന്റെ തലമുറയോ കുടുംബത്തിനകത്ത് കയറട്ടെ. ദൂത മനസ്സിലായെങ്കിൽ ആമേൻ പറ. ഒരാൾ ആരാധിച്ച പോരാ, ഒരാൾ കൈയടിച്ച പോരാ, ഒരാൾ ശക്തിയോടെ നിന്ന പോരാ. കുടുംബമായി ഇന്ന് പകൽ ഒരാത്മീയ യുദ്ധത്തിലേക്ക് ഈ പകൽ കയറിവോ. നിങ്ങള്
സ്തോത്രം, ഈ ദൂതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ ഇത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു തലത്തിൽ നിന്ന് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിന്റെ പുറകിലുണ്ടാകുന്ന ചില ഫൈറ്റിങ് മനസ്സിലാകുകയുള്ളൂ. ആമേൻ. ഞാന് സ്തോത്രം, ഈ ലെസ്ലി മോന് ഞങ്ങൾക്ക് ദൈവം തന്നതിന് ശേഷം എന്നും ഒരു കാര്യമുണ്ട്, എന്നുണ്ട്, ഞാൻ എന്ന് ശുശ്രൂഷക്ക് പോയി പുൽപ്പിറ്റിൽ കയറുമോ, ആ പുൽപ്പിറ്റിൽ കയറി ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ ഇവന് വീട്ടിൽ പനി ആരംഭിക്കും. പനി എന്ന് പറയുന്നത് അസാധാരണ വസ്തുവ. അവൻ കുഞ്ഞുകറിയാൻ തുടങ്ങും, ശ്വാസം നിലക്കും, ശബ്ദം ഉണ്ടാവില്ല. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എനിക്ക് ഫോൺ ചെയ്യും, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്, നേരെ വരണം. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലുന്നത്, മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ താന് വയ്യാതെ കിടക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ മംഗലാപുരത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. മീറ്റിങ്ങിന് ചെന്ന് മീറ്റിംഗ് പ്രസംഗിക്കാൻ കയറുമ്പോൾ സിന്ധുവിന്റെ കോള് വരികയാണ്. അവന്റെ ശരീരം മുഴുവൻ, സ്കിന്ന് മുഴുവൻ അലർജി പ്രോബ്ലമായി. കൊച്ചിന് കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, തല മുതൽ പാദം വരെ ചൊറിച്ചിലായി. അവൻ വസ്ത്രം പോലും ഇടാൻ കഴിയില്ല. ഇവിടുത്തെ ദൈവദാസന്മാർക്കെല്ലാം ഉടനെ കൊച്ചിൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ വിഷാംശം ശരീരത്തിൽ പോയി. ഞാൻ മംഗലാപുരത്തെ മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ, പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് വിളിക്കും, കൊച്ചിനെങ്ങനെയുണ്ട്? അപ്പൊ സിന്ധു പറയും, കൊച്ചിന് ഒട്ടും വയ്യ, എന്തോ വിഷാംശം കയറിയെന്നാ പറയുന്നത്. അതും കേട്ടോണ്ട് വീണ്ടും പ്രസംഗിക്കും. ആ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിനകത്ത് ശക്തമായ ദൈവിക വിടുതലുകൾ വ്യാപരിക്കും. ഇറങ്ങി വന്ന് പിന്നെ വിളിക്കും, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ. അവിടെ നേരെ ഞാൻ വരുന്നത് ഹോസ്പിറ്റലിലേക്കാ വരുമ്പോൾ അവൻ കൊച്ചിന് നിൽക്കാൻ പോലും കഴിയാതെ, അവൻ ശരീരം മുഴുവൻ സ്കിന്ന്, അവൻ അലർജിയായി, വിഷാംശം കയറി, ഇങ്ങനെ വീർത്ത് ഞങ്ങൾ 3-4 പേരിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു ദൈവദാസൻ എന്റെ അടുക്കൽ വന്നു. അവൻ ഈ മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ കണ്ണടച്ചു. ആ ദൈവദാസൻ ഇതൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കാൻ കണ്ണടച്ച ഉടനെ ദൈവദാസൻ പറഞ്ഞു, അവൻ പാർശ്വം നിൽക്കുന്നത് ഒരു തീക്കകത്താ നിൽക്കുന്നത്. പാർശ്വം നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇന്നിന്ന സംഭവങ്ങളുണ്ട്, ഇന്നിന്ന വാഴ്ചകളുണ്ട്, ഇന്നിന്ന അധികാരങ്ങളുണ്ട്, ഇന്നിന്ന സാധനങ്ങൾ ഈ പട്ടണത്തിലുണ്ട്. നിങ്ങൾ പ്രസംഗിക്കാൻ പുൽപ്പിറ്റി കയറുമ്പോൾ നിന്റെ മനസ്സ് തകർക്കാൻ പിശാച് കൊണ്ടുവരുന്ന, അഴിച്ചുവിടുന്ന ചില രോഗശക്തികൾ, അടുത്ത വാക്ക് സ്കിൻ ഡിസീസ് പോലെ, അലർജി പോലെ ചിലതിനെ ഇട്ട് ഈ ലോകത്തുനിന്ന് മാറ്റിക്കളയാൻ പദ്ധതി ഒരുക്കി. ആ ദൂത് കേട്ടത് പാത്രങ്ങൾ മാറ്റി, അടപ്പത്തെന്ന് മാറ്റി വെച്ച് ഞങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കി അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഒറ്റ ദൂത് പറയുക, പിന്നീട് മനസ്സിലായി അതൊരു സ്പിരിച്വൽ വാർഫെയർ ആണെന്ന്. അന്ന് ഞങ്ങൾ ആത്മാവിൽ പോരാടി അതിനെ ഓവർകം ചെയ്യാനിടയായി. ആരോടൊക്കെയ ദൈവം പറയുന്നു, നിന്റെ തലമുറക്കെതിരെ മാറി മാറി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളെ കണ്ട് കണ്ണടച്ച് കളയരുത്. ഈ പകൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്ക്, അതിനെ ജയിക്ക. നിസാരമാക്കരുത്, നിസാരമായി തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഞാന് സ്തോത്രം, ഒന്നിൽ അധികം അല്ല, രണ്ടിലധികം പ്രാവശ്യം ഒരേ കാര്യം നിന്റെ കുടുംബത്തിൽ ആവർത്തിക്കുന്നെങ്കിൽ അത് ഒരു പൈശാചിക മണ്ഡലമാണ്, അത് സ്പിരിച്വൽ അറ്റാക്കാണ്. അതിനെ ഇന്ന് വക ജയിച്ചിട്ട് പോകാമോ? സ്വത്രം ഒന്നുകൂടി പറയാം, നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ട് അവൻ 1-2 കാര്യങ്ങൾ ഉദാഹരണത്തിന് വേണേ പറയാം, അല്ലെ? ജെൻസ പേരെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അവൻ ജെൻസന്റെ കുടുംബത്തിനെതിരെ, തന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ എത്ര തവണ അവൻ വീണ് കൈയും കാലും ഒടിഞ്ഞു, അല്ലെ? അറ്റ്ലീസ്റ്റ് എത്ര പ്രാവശ്യം ഒടിഞ്ഞോ? 5 പ്രാവശ്യത്തിന് മേലെയായി. ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ചാലും, എങ്ങനെയൊക്കെ നോക്കിയാലും അവൻ കൈ പൊട്ടും,
കായൊടിയും, കാലൊടിയും, കൈയൊടിയും. അസ്ഥി എപ്പോഴും അല്ലെ, എപ്പോ നോക്കിയാലും അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ ഉണ്ടാകും. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് നിങ്ങൾ അത് കുറിച്ച് വെച്ചോ. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ മാറി മാറി നിങ്ങളുടെ കൂടാരത്തിൽ ഒരുപക്ഷെ ഇതിന് സമാനമായ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് തുടരെ ഉണ്ടെങ്കിൽ ഇന്ന് മകൾ ദൈവസഭ ഇളകി ആരാധിച്ചു പറയണം, അതിനെ ബ്രേക്ക് ചെയ്യണം, അതിനെ ബ്രേക്ക് ചെയ്യണം. നിന്റെ കൂടാരത്തിൽ മാറി മാറി ഉണ്ടാകുന്ന ചില അനർത്ഥങ്ങളെ, യെസ്, അനർത്ഥങ്ങളെ ഇന്ന് മകൻ ജയിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. ഇന്ന ഉള്ളത് കൊണ്ട് നിനക്കുണ്ടാകണമെന്നില്ല. അതിനെ ജയിക്കാൻ ദൈവസഭ തയ്യാറാകെ, ആത്മാവിൽ പോരാട്. ഈ പകൽ ഒരു സ്പിരിച്വൽ വാർഫെയറിന് തയ്യാറാകെ. പോരാ 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 പോരാ. ആത്മനിറവിൽ ദൈവജനം ആരാധിച്ച് ആ വിടലേറ്റെടുക്കണം. ഇനി അത് ആരാധന ഉണ്ടാകരുത്, ഇനി അത് സംഭവിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് ബ്രേക്കാം. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. എനിക്കറിയാം എന്റെ ദൂതന്ന് ചേഞ്ചായി. അവൻ സ്തോത്രം. അവൻ ഇന്നലകളിൽ ഉണ്ടായ പലതും നിന്റെ കുടുംബത്തിൽ ആവർത്തിക്കുന്നെങ്കിൽ ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ കുടുംബങ്ങൾ തയ്യാറാണ്. ആമേൻ. എന്റെ പിതാവ് മരിച്ചത് അറ്റാക്ക് വന്നാ മരിച്ചത്. എന്റെ അപ്പന്റെ അനുജൻ അറ്റാക്ക് വന്നാ മരിച്ചേ. അപ്പന്റെ ജ്യേഷ്ഠൻ അറ്റാക്ക് വന്നാ മരിച്ചേ. ഇപ്പൊ ചെറിയ ഗ്യാസ് കയറുമ്പോ നീ അറിയാതെ കൈവച്ച് ആ അറ്റാക്കാണോ ഇതെന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ അത് തന്നെയാ. പക്ഷെ ഇന്നതിനെ ബ്രേക്ക് ചെയ്യണം, ഇന്നതിനെ ബ്രേക്ക് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോരാ 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 പോരാ. ശക്തിയോടെ ഒന്ന് കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ അതിന്ന് വക ബ്രേക്ക് ആകണം. നിന്റെ പിതാക്കന്മാർക്ക് സംഭവിച്ചത്, നിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്നിൽ വരികയില്ല, എന്നിൽ ഉണ്ടാവുകയില്ല. അത് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്ത് എന്നിലേക്ക് വരികയില്ല. അത് ശത്രുവിന്റെ പദ്ധതിയാണ്. ഈ പകൽ അത് നിർവീര്യമാവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, ചിലത് ബ്രേക്ക് ആകാൻ പോകുന്നു, ചിലത് ബ്രേക്ക് ആകാൻ പോകുന്നു, ചിലത് ബ്രേക്ക് ആകാൻ പോകുന്നു, ചിലത് ബ്രേക്ക് ആകാൻ പോകുന്നു. ചില ശാപശക്തികൾ ഇന്ന് മകൻ ബ്രേക്ക് ആകാൻ പോകുന്നു. ചില ശാപത്തിന്റെ നൂക്കങ്ങൾ ബ്രേക്ക് ആകാൻ പോകുന്നു. In the name of Jesus, in the name of Jesus, in the name of Jesus. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നുകത്തിന് അമിക്കയറുകൾ ഇന്ന് മകൾ ഒടിയട്ടെ. അത് പൊട്ടണം. എനിക്കറിയാം, ഞാൻ പരിശുദ്ധാത്മാവിലാ പറയുന്നത്. അത് പൊട്ടണം. ആമേൻ. ഇതിനെ ജയിച്ചേ പറ്റൂ, ഇതിനെ ജയിച്ചേ പറ്റൂ, ഇതിനെ ജയിച്ചേ പറ്റൂ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ആരെങ്കിലും ദൈവഹിതമല്ലാത്തൊരു വഴി പോയിട്ടുണ്ടെങ്കിൽ, അവള് പോയതുപോലെ ഇവനും പോയത്, ഇവൻ പോയതുപോലെ അവനും പോയത് ഇല്ല. അതങ്ങനെ നടക്കരുത്. അത് ബ്രേക്ക് ആകണം, അത് ബ്രേക്ക് ആവണം. നിങ്ങൾ ദൈവത്തെ അറിയാത്തതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം സംഭവിക്കാൻ പാടില്ല. അത് ബ്രേക്ക് ആകണം. അത് എന്റെ ജീവിതത്തിൽ വരരുത്. എന്റെ ജീവിതത്തിൽ വന്നത് ഇന്ന് പകൽ ബ്രേക്ക് ആവട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ കുടുംബത്തിൽ വീഴട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ തലമുറയുടെ മേൽ വീഴട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ മാതാവിന് മേൽ വീഴട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ തലമുറ മേൽ വീഴട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വ്യക്തവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഞാൻ വ്യക്തമായി ദൈവശബ്ദം ഞാൻ കേട്ടു. ആ ദൈവശബ്ദം കേട്ടത് കൊണ്ട് പറയാം, ചിലർക്കൊരു ഭയമുണ്ട്, ചിലർക്കൊരു ഭയമുണ്ട്. എന്റെ അപ്പന്റെ ചേട്ടന്മാർ ഇന്നാള് ഇന്നതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ തലമുറക്ക് അത് ഉണ്ടാകുമോ? ക്യാൻസൽ ചെയ്യും, ക്യാൻസൽ ചെയ്യും. അത് ഉണ്ടാവത്തില്ലെന്ന് പറ. ആമേൻ. ബൈബിൾ പറയുന്നു, ഞാൻ പ്രസവിച്ചത് എന്തിനല്ല,
ആപത്തിനല്ല, ശാപത്തിനല്ല. ഞാൻ പ്രസവിച്ച എന്റെ തലമുറ ശാപത്തിനല്ല, എന്റെ തലമുറ പാപത്തിനുമല്ല, അത് അടിമത്തത്തിലുമല്ല. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക കരുണ ദൈവം പകരും. ഇന്ന് പകലത് അഴിയണം, ഇന്ന് പകലത് പൊട്ടണം. ഈ പകലത് അഴിഞ്ഞേ പറ്റൂ, ഈ പകലത് പൊട്ടിയേ പറ്റൂ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത് പൊട്ടട്ടെ. ഞാൻ പറയുന്ന ഒരു ദൂത് പബ്ലിക്കിൽ പറയുകയാണ്. എനിക്ക് നല്ല ഉറപ്പ് തരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. മറ്റൊന്നും നിങ്ങൾ എടുക്കരുത്. അത് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് രാമൻ പറയണം കേട്ടോ. സ്തോത്രം. ഞാനും ഒക്കെ നിങ്ങളുമൊക്കെ താമസിക്കുന്ന പാർക്കുന്ന ദേശത്ത് നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കണ്ടുപോയ ചില മുഖങ്ങളുണ്ട്. എന്നാന്നറിയോ? ചില കൂടാരങ്ങളിലും ചില കുടുംബങ്ങളിലും ഈ മാനസിക വിഭ്രാന്തികൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി വരുന്നത്. ആമേൻ. ഞങ്ങളൊരു കുടുംബത്ത് പോയി പ്രാർത്ഥിച്ചു. അവിടെ 3 എണ്ണത്തിന് മാനസിക രോഗമാണ്. 3 എണ്ണത്തിന് മാനസിക രോഗം. ആമേൻ. 3 എണ്ണം മാനസിക രോഗിയാ. ഒരുത്തനുണ്ട്, അവൻ ബാങ്ക് ജോലിക്കാരനാണ്, അവന് കുഴപ്പമൊന്നുമില്ല. എല്ലാറ്റിനും ഒരു അവസരം, ഒരു ടൈം പിശാച് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ ഇളയമ്മോൻ പറഞ്ഞ സാക്ഷ്യമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. പക്ഷെ 28 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വിഭ്രാന്തിയാ. 28, 29 വയസ്സ് കയറുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം ആരംഭിക്കും. പക്ഷേ ഇവൻ 28 കഴിഞ്ഞ് 38 കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. അതിന്റെ നടുക്കവൻ പറഞ്ഞു, പണ്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്, പണ്ടവൻ പറഞ്ഞൊരു സാക്ഷ്യമാണ്. ഞാന് മസ്കറ്റിൽ വെച്ച് ഇതുപോലെ ഒരു പ്രാർത്ഥന നടന്നപ്പോ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി കയറിയതാ. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. അന്ന് എന്റെ തലവര ദൈവം മാറ്റി. ഇത് ബ്രേക്ക് ആകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നീ തമ്പുരാന് കൈ കൊടുക്കുക, നീ തമ്പുരാന് കൈ കൊടുക്കുക, നീ തമ്പുരാന് കൈ കൊടുക്കുക, തമ്പുരാന് കൈ കൊടുക്കുക. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ഏത് ശാപത്തെയും പൊട്ടിക്കാൻ, ഏത് പാരമ്പര്യ ശാപങ്ങളെയും പൊട്ടിക്കാൻ എന്റെ തമ്പുരാന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അവനത് വന്നിട്ടില്ല, അവനത് ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരത്തില്ല. അല്ല, നിനക്കിത്ര പ്രത്യേകത. അവൻ എന്താ നിന്റെ കൂടാരത്തിൽ ഈ ബാധ വരാത്തത്? എന്റെ കൂടാരത്തിന്റെ പ്രത്യേകത, ഞാൻ വസിക്കുന്നത് അത്യുന്നതന്റെ മറവിലാണ്. ഞാൻ വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ്. ഒരു ഹല്ലേലൂയ പറ ദൈവ പൈതലേ. നിന്നെ ബാധിക്കത്തില്ല, നിന്നെ ബാധിക്കത്തില്ല. ആത്മാവനോട് പറയുന്നു, അത് തലമുറകളിലേക്ക് ഇന്ന് മക സ്പ്രെഡ് ചെയ്യില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കാര്യം ചെയ്തിട്ട് ഇനി ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. എന്നോട് എനിക്ക് അത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എനിക്ക് ഒക്കുന്നില്ല. കാരണം ആമേൻ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു ശബ്ദമാണ്. പക്ഷേ ശരിക്കും പ്രാർത്ഥിക്കണേ. ഞാൻ എന്നാ പറ്റി മോനെ, 58ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ അറ്റാക്ക് വന്നു. ഞാൻ അതെ, അവൻ അപ്പന്റെ അനിയന് സെയിം ഏജ് ആയപ്പോ അറ്റാക്ക് വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അറ്റാക്ക് ഇങ്ങനെ മാറി മാറി ഉണ്ട്. പക്ഷേ മോനെ നിന്നെ അത് തൊടത്തില്ല, നിന്നെ അതോടത്തില്ല. കാരണം നീ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമല്ല. ഇനി ആ കരമെന്ന് കോർത്തുപിടിച്ച് ചിലത് ഇന്ന് പകൽ അഴിയാൻ പോകുക, ചില ഇന്ന് പകൽ പൊട്ടാൻ പോകുക. ഈ ജനത്തിന്റെ മേൽ കിടക്കുന്ന അവന്റെ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയട്ടെ. ആരുടക്കിയ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇനി അത് നിന്നെ ബാധിക്കയില്ല, ഇനി അത് ബാധിക്കയില്ല. സൂര്യനെങ്കിലും ചന്ദ്രനെങ്കിലും ഇനി നിന്നെ എന്ത് ചെയ്യത്തില്ല, ഇനി നിന്നെ ബാധിക്കയില്ല. അന്യഭാഷ പറയുന്ന എല്ലാ ദൈവമക്കളോ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോ. അനർത്ഥങ്ങൾ അവൻ കുടുംബത്തിനകത്തുണ്ടായ അനർത്ഥങ്ങൾ ഇനി നിന്നെ തൊടുകയില്ല. മാറി മാറി ഉണ്ടായ പ്രശ്നങ്ങൾ ഇനി നിന്നെ തൊടുകയില്ല. ആരാ പറഞ്ഞത്? അത് നിന്നെ കവർ ചെയ്യുമെന്ന്. ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക വിടുതൽ അസാധ്യമാണ്.
ഉടമനെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, ആത്മാവി പോരാടി പ്രാർത്ഥിച്ചോ. ഇനി അത് കവർ ചെയ്യരുത്. ഇന്നാൾക്കുണ്ടായി ഇന്നാൾക്ക് വരുന്നോ, അത് സംഭവിക്കയില്ല. നീ ദൈവത്തിന്റെ പൈതലാണ്, നീ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഹാർട്ട് എല്ലാം ഓക്കെ ആകട്ടെ, ഹാർട്ടുകൾ ഓക്കെ ആകട്ടെ, കിഡ്നി ഫംഗ്ഷനുകൾ ഇന്ന് പകൽ ഓക്കെ ആകട്ടെ, അവൻ ഹാർട്ട് ബീറ്റ് അവൻ ഓക്കെ ആകട്ടെ, ഷുഗർ ലെവൽ ഓക്കെ ആകട്ടെ, ശരീരത്തിന്റെ കൊളസ്ട്രോൾ ലെവൽ ഇന്ന് ഓക്കെ ആകട്ടെ, എല്ലാം നിലവാരത്തിലോ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകള് ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ രോഗശക്തികളും നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ഇന്ന് പകൽ മാറട്ടെ. പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. അത് നിന്റെ കുഞ്ഞിൽ ഉണ്ടാവില്ല, നിന്റെ കുഞ്ഞിൽ അത് ഉണ്ടാവില്ല, നിങ്ങളുടെ തലമുറകളിൽ അത് ഉണ്ടാവില്ല. പ്രാർത്ഥിച്ചോ. ആ അനർത്ഥങ്ങൾ നിന്നെ ബാധിക്കയില്ല. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, അത് ബ്രേക്കായി. ഓ സഭല, അത് ബ്രേക്കായി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മെ തൊടുന്ന ദിവസമാണ്. തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുക. അലക്ഷ്യമാക്കി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന, ലക്ഷ്യമാക്കി അമ്പ ചെയ്തുകൊണ്ടിരുന്ന അവന്റെ അസ്ത്രത്തെ തമ്പുരാൻ ഇന്ന് ഒട്ടിക്കുക. ബൈബിൾ പറയുന്നത് ദുഷ്ടന്റെ, വിശുദ്ധ ബൈബിൾ പറയുന്ന ദുഷ്ടന്റെ അല്ല അല്ല ദുഷ്ടന്റെ തീയമ്പുകൾ എടുക്കുവാൻ തക്കവണ്ണം. ദുഷ്ടന്റെ തീയമ്പുകൾ. കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾ അത്രമെങ്കിലും ഒന്ന് ഏറ്റെടു. ദുഷ്ടന്റെ അഴിസമ്പല്ല, തീയമ്പുകൾ. മനസ്സിലായില്ലല്ലേ? ഈ തീയമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഏതിനെയും കരിച്ചപ്പുറത്തു. മനസ്സിലായില്ലേ? അവൻ തൊടുത്തു വിടുന്നത് തീയമ്പാണ്. പക്ഷെ ഏത് തീയമ്പിനെയും കെടുത്താൻ നിന്റെ കയ്യിൽ വിശ്വാസം എന്നൊരു പരിചയമുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ ഒരു തീയമ്പും നിന്റെ മേൽ ഫലിക്കത്തില്ല. അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു തീയമ്പും നിന്നെ തൊടുകയില്ല. പിശാച് എത്ര തീയമ്പ് വിട്ടാൽ എന്നാ പറ. ഈ ആദ്യമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ശത്രു സൈന്യം വിടുന്ന മിസൈലുകളെ അവരുടെ അതിർത്തിയിൽ കയറുന്നതിന് മുമ്പേ നശിപ്പിച്ച് കളയാനുള്ള സാധനം കണ്ടുപിടിച്ചതാരാ? ഇസ്രായേലാ. ദോമല്ലേ? ഇതാരാ കണ്ടുപിടിച്ച്? ഇത് ഈ പുൽപിറ്റിന്റെ ഭാഗം ഇസ്രായേലാന്നിരിക്കട്ടെ, ഞാൻ ഇവിടുന്ന് ഇവർക്കെതിരെ ഇങ്ങനെ ബോംബ് വിട്ടു. കറക്റ്റ് ഇവിടെ അതിർത്തിയിൽ കയറുന്നതിന് മുമ്പ് ഇത് ഇവിടെ വന്ന് പൊട്ടിച്ച് നിർവീര്യമാക്കും. ഇസ്രായേൽ എന്താ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കിയത്? ശത്രുവിന്റെ കവരെ നോക്കിയിട്ട്, അവിടെ പിതാക്കന്മാർ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി. മനസ്സിലായില്ലേ? ഇതാണ് ദൂത്. അവൻ ഒരു വഴിയായിട്ട് വരും. പക്ഷേ നിന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ അത് പൊട്ടി തകർന്ന് 7 വഴിയായി പോകും. ഇതാ ഇസ്രായേൽ. അങ്ങനെ വരാൻ കാര്യം എന്താ? അവർക്കൊരു ദൈവമുണ്ട്. അത് ഇസ്രായേലിന്റെ ദൈവമാണ്. ദൂത മനസ്സിലായോ? ഈ ദൈവത്തെയാ നീ സേവിക്കുന്നത്, ഈ ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. ഈ പകൽ ആത്മാവ് എന്നോട് പറയുന്നു, ശത്രുവിന്റെ തീയമ്പുകൾ, ശത്രുവിന്റെ തീയമ്പുകൾ, ഒരു മിസൈലും ഒരു മിസൈലും ഒരു മിസൈലും നിനക്ക് എതിരെ ദൈവം സമ്മതിക്കയില്ല.
അതിർത്തിയിലിരുന്ന് ഒളിച്ചും പാത്തും അവൻ നിനക്കെതിരെ പതിയിരുന്ന് നിന്നെ തകർക്കാൻ തൊടുത്തുവിടുന്ന ഒരു തീയമ്പുകളും നിന്നെ തൊടുകയില്ല ദൈവ പൈതലേ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഏറ്റുപറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ, അവനാണ് എന്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനാണ്. എലീശയോട് ശിഷ്യൻ ചോദിക്കുന്നു, നമ്മൾ ഇനി എന്ത് ചെയ്യും? യജമാനനെ, നാം എന്ത് ചെയ്യും? തമ്മിൽ എല്ലാരും ചോദിക്കുന്നു, നാം ഇനി എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, ദൈവം ചെയ്തു. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി സന്തോഷം, നീ ഒന്നും ചെയ്യണ്ട, തമ്പുരാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, നീ ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, ആരോടും ഉത്തരം പറയാൻ നിൽക്കണ്ട. ദൈവം ചെയ്തിട്ടുണ്ട്, ദൈവം ചെയ്തിട്ടുണ്ട്. അവരോട് കൂടെ ഉള്ളവരേക്കാൾ, അതിനവൻ പേടിക്കേണ്ട. നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരേക്കാൾ അധികം എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു. പിന്നെ എലീശ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇത്രയും ചെയ്താൽ മതി. നിന്റെ കൂടെ നിൽക്കുന്ന ഭാര്യ, നിന്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, നിന്റെ കൂടെ നിൽക്കുന്ന ഭർത്താവ്, നീ കാണുന്നത് കാണാൻ അവരുടെ കണ്ണുകളൊന്ന് തുറന്നാ മതി. അവിടെ കണ്ണെന്ത് ചെയ്താ മതി? സിമ്പിളാ. അടുത്ത വായിച്ചോ. യഹോവേ, എല്ലാരും പറഞ്ഞു യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണെന്ത് ചെയ്യണേ? തുറക്കണേ. സ്തോത്രം. ഒരു വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ ആ വീട്ടിലെ ആന്റി, അമ്മാമ്മയും കൊച്ചുങ്ങളെല്ലാം പറഞ്ഞ ഭാഷ ഇവിടെ ഭയങ്കര പോരാട്ടോ ഭാഷ. എങ്ങനെ? ഞങ്ങൾ വീട് സ്ഥലമൊക്കെ വിറ്റ് ഇവിടുന്ന് പോകാൻ. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ തീരുമാനിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ആരാധനയെല്ലാം കഴിഞ്ഞു, മെസ്സേജ് എല്ലാം കഴിഞ്ഞു, ആഹാരം കഴിച്ച് ഞങ്ങൾക്ക് ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അല്ല എന്നാ മാറുന്നേ? എന്നോട് ചോദിച്ചു, ആര്? അല്ല നിങ്ങൾ മാറുന്ന കാര്യം പറഞ്ഞു. ഞങ്ങളൊന്നും മാറുന്നില്ല. അല്ല ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥനക്ക് മുമ്പ് മാറുന്ന കാര്യം ഞങ്ങൾ ഒരിടത്തും പോകുന്നില്ല, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു 3 മണിക്കൂറിനകത്ത് മാറ്റം വന്നു. എന്താ പറ്റിയതറിയാമോ? ഈ 3 മണിക്കൂറിന് മുമ്പ് വരെ ഇവര് കണ്ണടക്കുമ്പോ ഇതൊക്കെയാ കണ്ടുകൊണ്ടിരുന്നേ. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ കണ്ണ് തുറന്നപ്പോ കർത്താവിനെ കാണാൻ തുടങ്ങി. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ആരെങ്കിലും ഒക്കെ വീട് വിറ്റ് പോരാട്ടമുള്ളിടത്തുനിന്ന് പോകാൻ കാത്തിരിക്കുന്നെങ്കിൽ ഒരു രക്ഷയില്ല. നീ ഇവിടെ നിന്ന് വിറ്റ് എല്ലാം നടത്തി ഇതിനേലും വലിയ പോരാട്ടം നിന്നെ കാത്തിരിക്കുകയാണ്. സഹോദരൻ പറ, ഇവിടെ ജയിക്കാത്ത നീ എങ്ങനെ പുതിയ പോരാട്ടത്തെ ജയിക്കും? ഒരു 10-40 വർഷമായിട്ട് ഈ പോരാട്ടമായിട്ട് ഇണങ്ങി ജീവിക്കുകയല്ലേ. ഇതിനെ വിട്ടിട്ട് ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് പുതിയ പോരാട്ടത്തെ എങ്ങനെ ജയിക്കാനാ? അതിലും നല്ലത് ഇവിടെ നിന്നുകൊണ്ട് ഈ പഴയ പോരാട്ടത്തെ ജയിച്ച് പുതിയതിലൊക്കെ സ്റ്റെപ്പ് വെക്കും. സ്വതന്ത്രം നിങ്ങൾ ഇതിലൊക്കെ അങ്ങോട്ട് ഓവർകം ചെയ്യണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എത്ര നാളായി ഭാര്യ പോരാടുന്നു, മാറ്റിയെടുത്തില്ലല്ലോ. എത്ര നാളാ നിങ്ങൾക്കെതിരെ ഭർത്താവ് പോരാടുന്നു, മാറ്റിയില്ലല്ലോ. പോരാടിക്കൊണ്ട് നിൽക്കല്ലേ. ഇതുപോലെ അങ്ങ് പോരാടിയാ മതി. സിമ്പിളാ. ഇതുപോലെ അങ്ങ് പോരാടി എത്ര അല്ലേ? ചില അങ്ങനെയല്ല നിൽക്കുന്നത്, പോരാടിയല്ല നിൽക്കുന്നത്. ഇതുപോലെ അങ്ങ് പോരാടി നിന്നാൽ ജയം ഉറപ്പല്ലേ? വായിച്ചോ. കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നമല്ല കണ്ണു തുറക്കും. ഈ പോരാട്ടത്തിന്റെ പ്രശ്നം എന്നാ? കണ്ണു തുറന്നിട്ടില്ല. കണ്ണു തുറന്നാൽ എന്ത് ചെയ്യും? ഈ നമ്മള് ഈ ചില ആളുകളുടെ കൂടെ നടന്നാൽ, ഒരു മണിക്കൂർ അവരുടെ കൂടെ സഞ്ചരിച്ചാൽ നമുക്കും ഇല്ലാത്ത പോരാട്ടം കയറും. ഇവിടെ ഒരു 10 മിനിറ്റിനകത്ത് ഇവരൊരു 50 പോരാട്ടം പറയും. പക്ഷേ കൊച്ചിന് പോരാട്ടമാ, കുടുംബത്ത് പോരാട്ടമാ, വീട്ടിൽ പോരാട്ടമാ, ജോലി സ്ഥലത്ത് പോരാട്ടമാ, എല്ലായിടത്തും പോരാട്ടമാ. സോദരൻ, കുഴപ്പമില്ല. എന്താ വിഷയം? കണ്ണു തുറന്നിട്ടില്ല. കണ്ണു തുറന്നവരൊക്കെ കൂടി ഒരു നല്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ചിലര് ഇടത് കൈയാ പൊക്കിയത്, അപ്പൊ കുറച്ചേ തുറന്നിട്ടുള്ളൂ. വലത് കൈ പൊക്കി കണ്ണു തുറന്നവരൊക്കെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു.
അപ്പൊ ഇനി തൊട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക, പോരാട്ടം എന്നൊരു വാക്ക് ഞാൻ പറയത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് ഇനി ഞാൻ പോരാട്ടം പറയത്തില്ല. അത് മലയാളം ആയതുകൊണ്ട് മലയാളം മാറ്റി ഇംഗ്ലീഷ് പറയരുത്, ഇംഗ്ലീഷ് ആക്കരുത്. അങ്ങനെയല്ല, പോരാട്ടമുണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. ഓക്കെ, ഇനി അതിന്റെ താഴ്ത്തോട്ട് വായിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മല എന്ത് ചെയ്തിരിക്കുന്നു? എടാ, സ്വർഗത്തിലാണോ ദൂതന്മാർക്ക് പഞ്ഞമുള്ളത്? സ്വർഗത്തിലാണോ ദൂതന്മാർക്ക് ഷോർട്ടേജ് ഉള്ളത്? കോടാനുകോടി ലക്ഷോപലക്ഷം ദൂത സൈന്യം സ്വർഗത്തിൽ ഇല്ലയോ? മല മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അടുത്ത വാക്യം. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന്. ഒറ്റ ദൂത് റോബിൻസൺ ഭാഷേ, ഇവന്റെ കണ്ണ് തുറന്നപ്പോ അവരുടെ കണ്ണടഞ്ഞു. മനസ്സിലായവർക്കായി സ്വോത്രം. നമ്മുടെ കണ്ണ് തുറന്നാൽ ശത്രുവിന്റെ കണ്ണടയും. ആമേൻ. നമ്മുടെ കണ്ണ് തുറക്കാത്തിടത്തോളം ശത്രുവിന്റെ കണ്ണടയത്തില്ല. ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കണ്ണ് തുറക്കട്ടെ, നിന്റെ കണ്ണുകൾ തുറക്കട്ടെ, നിന്റെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, നിന്റെ ആത്മക്കണ്ണുകൾ തുറക്കട്ടെ. ആത്മാവിൽ പോരാടി നിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ ശത്രുവിന്റെ കണ്ണുകൾ നിനക്കെതിരെ ഉള്ളത് ഇന്ന് പക ദൈവം അടക്കും. ഒരു വാക്യം പറയുന്നു, ഒരു സൈന്യം മുഴുവൻ എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഭയപ്പെടുകയില്ല. അതുകൊണ്ട് ആ വാക്യം അങ്ങ് വിട്ടേക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ഒരു വാക്യം കൂടി ഒന്ന് തൊട്ടേക്കാം. 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. അടുത്തത്, ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗീദയോനാകുന്നു ഇത് ചെയ്തത്. നോക്കിക്കേ, ഗീദയോന്റെ ചരിത്രമാണ് കേട്ടോ. ഗീദയോന്റെ അപ്പൻ ബാലിനെ സേവിക്കുന്നവനാ. യഥാർത്ഥ ദൈവത്തെ വെളിപ്പെട്ടു വന്നപ്പോൾ ആ ദൈവ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഗീദയോനെ, നിന്റെ അപ്പന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞ് ആ ബലിപീഠത്തിൽ യഹോവയ്ക്ക് യാഗം കഴിക്കണം. അവൻ അതുപോലെ ചെയ്തു. നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ അവൻ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നു. അവരാകെ പ്രശ്നമായി. ഇതാരാ ചെയ്തത്? ഒരുമിച്ച് ഒരു സമയം കൂടി ഇത് ഗീദയോനാ ചെയ്തത്. പട്ടണം ഒരുമിച്ച് എഴുന്നേറ്റ് ഗീദയോനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതി പ്ലാൻ ചെയ്തു. വായിക്കാം 6:23. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്നരുളി ചെയ്തു. നോക്കിക്കേ, നാട്ടുകാർ മുഴുവൻ കൂടി പിടിച്ച് ഗീദയോനെ കൊന്നുകളയാൻ പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ ദൈവം ഗീദയോന് അനുകൂലമായി എഴുന്നേറ്റു. ഒരു സ്വതന്ത്രം പറ. വീണ്ടും ഒരു ദൂത് കൂടി കയറി വരുന്നു. അധികാരികളും അധികാര കസേരകളും സാമ്രാജ്യങ്ങളും നിന്റെ മുമ്പിൽ നിൽക്കുന്ന പലരും നിനക്ക് എതിരായി എഴുന്നേറ്റാലും നിനക്ക് അനുകൂലമായി എഴുന്നേൽക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് പകൽ ഈ ആരാധനാലയത്തിന്റെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ധൈര്യമായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആമേൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. ദൈവമക്കളെ, രണ്ടാമത്തെ ചോദ്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ സ്വന്തം പുത്രനെ തന്നില്ലേ? സ്വന്തം പുത്രനേക്കാൾ വലുതാണോ വേറെ എന്തെങ്കിലും? ആണോ?
അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത് കേൾക്ക്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് അവൻ തരാൻ തയ്യാറായെങ്കിൽ അതിലും വലുതല്ല ഒരു നന്മയും, അതിലും വലുതല്ല ഒരു അനുഗ്രഹമോ അവനെ തരാൻ അവൻ മടിക്കായികയാൽ അവനിലൂടെ സകലതും തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അമ്മേ, ദൈവമക്കളെ, സ്വന്തം പുത്രനെ അവൻ എന്ത് ചെയ്തില്ല? ആദരിക്കാതെ. ആ വാക്യം നിങ്ങളൊന്ന് കുറിച്ചിട്ടേക്കണം കേട്ടോ. സ്വന്തം പുത്രനെ ആദരിച്ചില്ല. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. പക്ഷെ അടുത്ത വാക്യം, അവനോടുകൂടെ സകലവും. ദൈവമക്കളെ, പിതാവിന് ഏറ്റവും വലുതാരാ? സ്വപുത്രൻ. ആ സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കൊന്നെങ്കിൽ അവനിലും വലുതല്ലല്ലോ നീ ചോദിക്കുന്നൊരു വീട്, ആണോ? അവനിലും വലുതല്ലല്ലോ നീ ചോദിക്കുന്നൊരു വാഹനം, അവനിലും വലുതല്ലല്ലോ നീ ചോദിക്കുന്ന കൊച്ചനുഗ്രഹങ്ങൾ. വലുതവനല്ലേ? അവനെ തരാൻ മടി കാണിക്കാത്തവൻ മറ്റതൊന്നും തരാതിരിക്കുമോ? ഒരു സ്വത്രം ചെയ്യാൻ പറ്റുമോ? ഈ പകല ദൂതെന്ന് കേൾക്ക്, അവനിലും വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ലെങ്കിൽ അവനെ തരാൻ മടി കാണിക്കാത്ത ദൈവം അവനിലൂടെ സകലതും തരത്തില്ലേ? എടാ, അവനെ തന്നെങ്കിൽ പിന്നെ അവനെ തരാൻ മടി കാണിക്കഴിഞ്ഞാൽ അവനെല്ലാം തരത്തില്ല. ഒരാമൻ പറ. എന്നാൽ ചോദിക്കുന്നതിലും പറഞ്ഞു മക്കളെ, നിനക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യാൻ കഴിവുള്ളവന്. എന്നിൽ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, എനിക്ക് തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. കരം തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തുകൊണ്ട് പറ ഹല്ലേലൂയ. ഞാന് അവിടെ നിന്നുകൊണ്ട് റോമൻ സംഭാഷേ ഒരു 3 കാര്യം ഒന്ന് തൊട്ടോട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ വേദപുസ്തകത്തിനകത്ത് 1-2 കാര്യങ്ങൾ ദൈവം ആദരിച്ചിട്ടില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവം അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല. ഏതൊക്കെയാ? പത്രോസിന്റെ ലേഖനം കേറി വന്നുകൊണ്ട് ഒന്ന് തൊടുക, ഒന്നെടുത്തേ. 2 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതപസ്സിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. വേദപുസ്തകത്തിൽ ദൈവം ആദരിക്കാതെ പോയ ഒരു കൂട്ടരാണ് സ്വന്തം ദൂതന്മാർ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ വീണുപോയി. അവരെ ദൈവം എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. സഹോദരങ്ങളെ, ഇവിടെ ഒരു അല്പം ഇത്തിരി സീരിയസ് ആയി ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെക്കാൾ ഒരല്പം ശ്രേഷ്ഠതയുള്ളവരാ. ബൈബിൾ പറയുന്നു ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. അപ്പൊ നമ്മളെക്കാൾ ഇച്ചിരി ഗ്രേഡ് കൂടി ഐറ്റം ആര്? അവരെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ ആദരിക്കും. അതുകൊണ്ട് ഈ പ്രവാസകാലം ഭയത്തോടെ സ്വന്തം പുത്രനെ ആദരിച്ചില്ല, പാപം ചെയ്ത ദൂതന്മാരെ ആദരിച്ചില്ല. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ എന്നേക്കും അന്ധതമസ്സിലേക്ക് അവരെ അടിമയായി ചങ്ങലയിട്ട് ആദരിക്കാതെ വിട്ടെങ്കിൽ ദൈവമക്കളെ, വീണുപോയ നിന്നെ ആദരിക്കുമോ ദൈവം? സൂക്ഷിക്കണം. 3 യെഹെസ്കേൽ റോമാലേഖനം 11:24. റോമാലേഖനം 11:24. പ്ലീസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒരു മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. അടുത്തത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ. ആമേൻ. അവിടെ ആ വായിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 11:23 തൊട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. അവിശ്വാസത്തിൽ
നിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം എന്തല്ലോ. ഇത് യഹൂദനെ കുറിച്ചാണ്. ഇതാരെ കുറിച്ചാ? അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ എന്ത് ചെയ്യും? ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ യഹൂദനെ ദൈവം ആദരിക്കാതെ ദൈവം നീക്കിക്കളഞ്ഞു. ഒരു സെക്കൻഡ് ഇതൊന്ന് കേട്ടോട്ടെ ഇവര്. അവൻ എന്റെ ജനം, സ്വന്തം ജനം, എന്റെ എന്ന് പറഞ്ഞതിനെ ആദരിക്കാതെ ദൈവം തട്ടിയിട്ട് കാട്ടൊലിവായിരുന്ന നിന്നെ അവൻ ആദരിച്ചു. ദൈവമക്കളെ, നിങ്ങൾ സത്യമായിട്ട് ഞാൻ പറയാം, പുതിയ നിയമവിശ്വാസികളായ നിങ്ങൾ ഒരു കാര്യം അറിയണം. നിങ്ങളെ വെട്ടിയെടുത്തൊട്ടിച്ചത് നിങ്ങൾ ആത്മാവിൽ ഓർത്താൽ ഈ ആലയത്തിൽ ഓടി തുള്ളിച്ചാടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ആ വചനം നിന്റെ അകത്ത് കാരണം കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് വെച്ച സ്വാഭാവികമായ കൊമ്പുകളെ അവൻ എന്ത് ചെയ്തില്ല? ഗണ്യമാക്കിയില്ല. നമ്മള് അതിനെ എടുത്തൊട്ടിച്ചു മാറ്റിക്കളഞ്ഞു. ആരാ? യഹൂദനെ വെട്ടിമാറ്റിയിട്ട് കാട്ടൊലിവായിരുന്ന നിന്നെ അതിനോട് ഒട്ടിച്ചു ചേർത്തു. ഒരു സ്വത്രം പറ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് നിനക്കും വിളിക്കാൻ പറ്റിയ പരുവത്തിൽ നിന്നെ ഒട്ടിച്ചത് തമ്പുരാന്റെ കൃപയല്ലേ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഒരു വാക്യം എന്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നു. കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണേ, ഞെളിയരുതെന്നൊരു വാക്യമുണ്ട്. ഞെളിയരുത്. നമ്മൾ കൊച്ചുകൾ പറയരുത്, കൂടുതൽ ഞെളിയരുത് എന്ന് പറയില്ലേ? ആ വാക്യം പൗലോസ് പറഞ്ഞേ. മക്കളെ, ഞെളിയരുത്. പച്ചവാക്ക. അവൻ നിന്നെ, കാട്ടൊലിവായിരുന്ന നിന്നെ ഇതിനോട് ഒട്ടിച്ചു ചേർത്ത് കുഞ്ഞെ ഞെളിയരുത്. യോഹന്നാൻ 15 സാക്ഷാൽ ആ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് നിന്നെ ഒട്ടിച്ചു ചേർത്തു. നീ ആരായിരുന്നു? നീ കാട്ടൊലിവായിരുന്നു. നിന്നും ഒരാളൊരു ഫലമെടുക്കത്തില്ല. നിന്നൊരു ഇല പോലും ആരും എടുക്കത്തില്ല. എന്തിന്? ഒരു രോഗം വന്നാൽ അവൻ ഒന്ന് ചതച്ചിടാൻ നിന്നിൽ നിന്നൊരു ഇല പോലും എടുക്കത്തില്ല. നീ വെറും പാഴായിരുന്നു, നീ കാട്ടുതടിയായിരുന്നു. പക്ഷെ ഇന്ന് നീ ചിലതൊക്കെയാണ്, ആയതല്ല, നിന്നെ ആക്കിയതാണ്. ഇതിനോട് ഒട്ടിച്ചു ചേർത്തതാണ് ദൈവം. ഞെളിയരുത്. യഹൂദന് മാത്രമുണ്ടായ ഈ സൗഭാഗ്യം എന്നെ ഒട്ടിച്ചത് നിമിത്തം എനിക്കിത് കിട്ടി. ദൈവത്തിന് നല്ലൊരു സ്വതന്ത്രം ചെയ്യ്. ആമൻ. ദൈവമക്കളെ, ഇതാണ് ദൈവസ്നേഹം ഒഴുകേണ്ടത്. ആമൻ. ദൈവസ്നേഹം ഒഴുകേണ്ടത് ഇവിടെയാ. പരപ്രേരണയാൽ ഹല്ലേലൂയ പറയുന്നവൻ സ്വർഗത്ത് പോവത്തില്ല. പരപ്രേരണയാൽ ആമേൻ പറയുന്നവൻ സ്വർഗത്ത് പോവത്തില്ല. എന്നെ ഒട്ടിച്ചു ചേർത്ത എന്റെ തമ്പുരാനെ ഞാൻ ആരാധിക്കും. ഇത് മനസ്സിലാക്കി ദൈവത്തെ കർത്താവിന് നല്ലൊരു സ്വതന്ത്രം പറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോടോ ഒരു ദൈവദാസനോട് പറഞ്ഞത് ഞാനങ്ങ് ആത്മാവിലങ്ങ് പറയാ, സന്തോഷത്തോടെ പറയാ. ലൈവ് പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, കേട്ടോ. ആമേൻ, സ്തോത്രം. പുരോഹിത വസ്ത്രം ധരിച്ച, പൗരോഹിത്യ വസ്ത്രം ധരിച്ച, പൗരോഹിത്യ മര്യാദ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോയ ഒരുപറ്റം ആളുകൾ കയറി നിന്ന് ശുശ്രൂഷിക്കേണ്ട ഒരു പുൽപ്പിറ്റാണ് ഈ പുൽപ്പിറ്റ്. അല്ലേ? ശരിയല്ലേ? നമുക്കൊന്നും ഇത് എത്തി നോക്കാൻ പറ്റുമായിരുന്നോ? നമുക്കിത് ഇങ്ങനെ ഒരു പുൽപ്പിറ്റ് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ ചെയ്യാൻ മഹാപുരോഹിതനായ കർത്താവ് നമ്മെ പ്രാപ്തനാക്കിയതാ. അല്ലേ?
എങ്ങനെയാന്നറിയണ്ടേ പുരോഹിതന്മാർ മാത്രം കേറി ധൂപം കാട്ടിക്കൊണ്ടിരുന്ന, ആടുകളെ യാഗം കഴിച്ചുകൊണ്ടിരുന്ന മധുബായിക്കകത്തോട്ട് കയറാൻ നമുക്ക് അവസരമില്ലാതിരുന്നപ്പോൾ ആലയത്തിന്റെ തിരശീല നടുവേ കീറിയിട്ട് ദൈവം പറഞ്ഞു, ഇല്ലടാ, ഇനി ജാതിയം കയറി വരട്ടെ, ഇനി എല്ലാവരും കയറി വരട്ടെ. അതുകൊണ്ട് കരുണ ലഭിക്കാനുള്ള തത്സമയത്ത് തക്ക കൃപ പ്രാപിക്കേണ്ടതിന് പേടിച്ചല്ല, ധൈര്യത്തോടെ കയറി വരട്ടെ. ഓ സ്വത്രം, എന്തൊരു മഹാഭാഗ്യ. ഞാൻ ഈ കല്യാണമൊക്കെ നടത്തി കൈയൊക്കെ പിടിപ്പിച്ച് ഭാര്യഭർത്താക്കന്മാരുടെ കൈ പിടിച്ചിങ്ങനെ ഉഭയസമ്മതമൊക്കെ ചൊല്ലിക്കൊടുത്ത് ഭാര്യഭർത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനിങ്ങനെ നടുക്ക് നിൽക്കുമ്പോ ഞാനിങ്ങനെ ആത്മാവിൽ കാണും. ആമേൻ. ലോഹയൊക്കെ ഇട്ട്, പുരോഹിത വസ്ത്രമൊക്കെ ഇട്ട്, താലിയൊക്കെ വാഴ്ത്തി കെട്ടിക്കേണ്ട സ്ഥാനത്താണല്ലോ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ കെട്ടിക്കുന്നേ. നമുക്കത് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നോ? നമ്മളെ അംഗീകരിച്ചിരുന്നോ? പക്ഷേ ധൈര്യത്തോടെ കയറാൻ ഒരു തിരശീല നടുവേ കീറി. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, ദേഹമെന്ന തിരശീല അവൻ നമുക്ക് വേണ്ടി ചീന്തി ഒരു പുതിയ നിയമം അവൻ നിനക്കും വേണ്ടി സ്ഥാപിച്ചു. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ച് ചേർത്തത് അവന്റെ സ്നേഹമല്ലേ? നന്ദി ഉണ്ടോ മക്കളെ? നന്ദി ഉണ്ടോ? നന്ദി വേണം. മറ്റാരോടുമല്ല, കർത്താവിനോട് നന്ദി വേണം. അവരെ ആദരിച്ചില്ലടാ മക്കളെ, അവരെ ആദരിച്ചില്ല. സ്വന്തം ജനമെന്ന് പറഞ്ഞ അവരെ ആദരിക്കാതെ എന്നെയും നിങ്ങളെയും ആദരിച്ചു. ഒന്ന്, ദൂതന്മാരെ ആദരിച്ചില്ല. രണ്ട്, സ്വാഭാവിക കൊമ്പുകളെ ആദരിച്ചില്ല. മൂന്ന്, യെഹെസ്കേൽ 7:4 അത് വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തും. എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. ഒന്ന് ഇട്ടവനെ, ആ വാക്യം ഇട്ടവനെ. യെഹെസ്കേൽ 7:4 എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരൂശലേം ദൈവാലയത്തെ ദൈവം ആദരിച്ചില്ല. ഞങ്ങളുടെ നിർത്തിയ ദൈവാലയത്തെ എന്ത് ചെയ്തില്ല? എന്താ ആദരിക്കാഞ്ഞേ? ആലയത്തെ അവരെന്താക്കി? മ്ലേച്ഛതയാക്കി. സഹോദരന്മാരെ, തമ്പുരാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് പാടില്ല. മക്കളെ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ. യഹോവയുടെ ആലയത്തിൽ എന്ത് പാടില്ല? മ്ലേച്ഛത പാടില്ല. ഞാൻ കൂടെ ഇവരെ ഒന്ന് റിമൈൻഡ് ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ആലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാ. ഈ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോ അല്ലെ, ഈ ഇരിക്കുന്ന പിള്ളേർക്കൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും. ഈ ഹോർമോൺ ചേഞ്ച് വരുമ്പോ, ഇതൊക്കെ ഞങ്ങളുമൊക്കെ ആ ഏജ് കഴിഞ്ഞു വന്നവരല്ലേ. ഈ ഹോർമോൺ ചേഞ്ച് ചെയ്തു വരുമ്പോൾ മക്കളെ, നിങ്ങൾക്കൊക്കെ തോന്നും ഇവരിക്കുന്ന ചേട്ടന്മാരോട് ആരോടെങ്കിലും ഒക്കെ ഐ ലവ് യു പറയാനോ ഇഷ്ടമാകാനോ ഒക്കെ തോന്നും. പക്ഷെ അത് ശാപം കൊണ്ടുവരും കേട്ടോ. സീരിയസാ. ഒരു ദൈവദാസൻ നിലയ്ക്ക് ഞാനിവിടുന്ന് പറയാ, അവരാരും കുണം പിടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ദൈവാലയത്തിൽ വന്ന് ആലയത്തിലെ ആരാധനക്ക് വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ആലയവും പരിസരവും നിനക്ക് സ്നേഹിക്കാനും സ്നേഹ കൂട്ടുണ്ടാക്കാനുമുള്ള ഒരിടമായിട്ട് മക്കളെ നീയൊക്കെ കണ്ടാൽ നിന്റെ ഭാവിയൊക്കെ ദൈവം വേരോടെ വെട്ടിക്കളയും. ഇതൊരു ആഴമായ ദൂതാണ്.
ആലയത്തിൽ വരുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അടുത്ത ആളെ കണ്ടുപിടിക്കാനുമല്ല, പകരം തമ്പുരാനെ ആരാധിക്കാനാണ്. അങ്ങനെ കാണും, അങ്ങനെ കാണും, അങ്ങനെ കാണും. കാണുമുള്ളിടത്ത് പൊക്കോ. ഞാൻ എൻ്റെ മക്കളോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാനും എൻ്റെ വൈഫും സ്നേഹിച്ച് കെട്ടിയതല്ല, ഞങ്ങൾ സ്നേഹിച്ച് കെട്ടിയതല്ല, മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം കെട്ടിയതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളും അങ്ങനെ കെട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു വിഷയം തീർക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു അമ്മ എന്നോട് പറയുക, ഞാനും ചേട്ടനും കൂടി ഒളിച്ചോടിയതല്ലേ, ഞങ്ങൾ ജീവിക്കുന്നില്ലേ? ഞങ്ങൾ ജീവിക്കുന്നില്ല, പിന്നെന്താ ഇവര് ജീവിച്ചാൽ? നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ശരിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ നാശം വിതക്കും. ആമേൻ. നിങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ് അതല്ല. ആമേൻ. വളരെ ശക്തമായി ഞാൻ ഈ പുൽപീറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് മെസ്സേജിനിടക്ക് ഓർപ്പിക്കുന്നെങ്കിൽ, ആമേൻ, എനിക്കറിയാം ഈ ആലയത്തിനകത്ത് അത് യോഗ്യമല്ല. ആമേൻ. ദൈവം ആദരിക്കില്ല. അതെ, ആലയത്തിനകത്ത് മ്ലേച്ഛത കണ്ടാൽ ദൈവം ആദരിക്കത്തില്ല. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് വിശുദ്ധമായിരിക്കണം. ആദരിക്കാതെ പോയ 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തം പുത്രനെ അല്ല. 3 കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു? സ്വന്തം ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. 2, സ്വാഭാവിക കൊമ്പുകളെ ദൈവം എന്ത് ചെയ്തില്ല? ആദരിച്ചില്ല. 3, ആലയത്തെ ദൈവം ആദരിച്ചില്ല. അവിടെ വരുമ്പോൾ എനിക്ക് പേടിയാണ്. ആലയം വിശുദ്ധമായിരിക്കണം. ഈ പുതിയ നിയമ ഒരു കാര്യം പറഞ്ഞു, പുതിയ നിയമത്തിൽ ഈ കെട്ടിടത്തിന് പ്രസക്തിയില്ല. അറിയാമോ? പുതിയ നിയമത്തിൽ ഈ കെട്ടിടത്തിനല്ല പ്രസക്തി, ഈ കെട്ടിടത്തിനാണ്. ഇത് മണ്ണിച്ചേരും, ഇത് പൊടിയും, ഇത് കുലുങ്ങും, ഇത് തകരും. പക്ഷേ പൗലോസ് പറഞ്ഞു, ഭൗമകൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്തൊരു നിത്യ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഈ കെട്ടിടം വിശുദ്ധമായിരിക്കട്ടെ, ഈ സ്ഥലം വിശുദ്ധമാകട്ടെ. സ്വതന്ത്രം പറഞ്ഞേ മക്കളെ, ഓരോ ദിവസവും ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടെന്നും വരണ്ട. പക്ഷെ ഒരു കാര്യം, ഈ ആലയം ഒരു അനുഗ്രഹമാണ്. കാരണം ഈ ആലയത്തിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ഈ ചർച്ച് ഒരു അനുഗ്രഹമാണ്. ഇതിനകത്ത് വരുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ഈ ആലയത്തിൽ വിശുദ്ധമായി വരണം. പ്രാർത്ഥിക്കാം. ഒറ്റ ബോധ്യം, ഞാൻ വരുന്നത് ആരാധനാലയത്തിലാണ്. മാതാപിതാക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സിനിമ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങളുടെ മക്കളെ ആലയത്തിൽ കൊണ്ടുവരരുത്. നിങ്ങൾ അവരോട് പറയണം, നമ്മൾ പോകുന്നത് പള്ളിയിലാണ്. ടൈറ്റായ ജീൻസും ലെഗിൻസും ഇറങ്ങിപ്പറ്റുന്ന വസ്ത്രങ്ങളും ഇട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാധനാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ പറയണം, നമ്മൾ പോകുന്നത് പള്ളിയിലാണ്, ചർച്ചിലാ പോകുന്നത്, പള്ളിയിലാ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ, അമ്മമാരെ, പ്ലീസ്, നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയും ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ മര്യാദ കാണിക്കുകയും ചെയ്താൽ ഒരനുഗ്രഹം അവിടെ മേലുണ്ടാകും. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. തമ്പുരാന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. താങ്ക് യു ജീസസ്. ഒരു സെക്കൻഡ് ഒന്ന് സമർപ്പിക്കാമോ? ആഴമായി ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ മേൽ ഉണ്ടാവട്ടെ. വളരെ സീരിയസ് ആയി പറയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലതും
നൽകാതിരിക്കുമോ? ഇല്ല. ആദരിക്കാതെ പോയതുണ്ട്. ദൂതന്മാരെ അവൻ ആദരിച്ചില്ല. പുരാതന ലോകത്തെ അവൻ ആദരിച്ചില്ല. സ്വഭാവ കൊമ്പുകളെ അവൻ ആദരിച്ചില്ല. യെരൂശലേം ദൈവാലയത്തെ അവൻ ആദരിച്ചില്ല. നമ്മളെയും ആദരിക്കാതെ പോവരുത്. ഭയഭക്തിയോടെ തമ്പുരാനെ സേവിക്കാം. പ്രിയ പിതാവേ, അങ്ങയെ ഭയപ്പെട്ടു, അങ്ങയെ സ്നേഹിച്ചു, അങ്ങയോട് കൂടുതൽ പറ്റിയിരുന്ന് മുന്നേറാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെ ആലയം വിശുദ്ധമാണ്. അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ ആരാധനക്ക് വരുമ്പോൾ ദൈവബോധത്തോടും ദൈവഭയത്തോടും കൂടെ കടന്നു വരുവാൻ സ്വർഗമേ കൃപ ചെയ്യണം. അതിനായി അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കരമടിച്ച് കർത്താവിന് നല്ലവണ്ണം സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്തോത്രം കുഞ്ഞുങ്ങളുടെ ഒക്കെ കഴിഞ്ഞ ദിവസം എക്സാം നടക്കാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ്സാകാനിടയായി തീർന്നു. അതിൽ 90% ഏറെ മാർക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ ഉപഹാരം കൊടുക്കാൻ ദേവദാസന്മാര് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്നേഹ മോൾ, ജോൺ തന്നെ മോള് സ്നേഹ ഉണ്ടോ? ഓക്കെ, കരമടിച്ച് 91%. ആൽബർട്ടങ്ങൾ ഒന്ന്, ആൽബർട്ടങ്ങൾ പ്ലീസ്. 90 ശരിക്കും മുന്നോട്ട് വാ, ഓടി വാ. മോളെ ഏതാണ്? CBSE. ഓക്കെ, ശരിക്കും കരം പിടിച്ചേ. അതുപോലെ ആൻഡ്രോസ് അനീഷ് എന്റെ മോള് എല്ലാത്തിലും A+ കുഞ്ഞു വാങ്ങിച്ചു. അവൻ ശരിക്കും കരമടി ശക്തിയോടെ. അതുപോലെ സ്റ്റീവ് CBSE 91% മാർക്ക്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ശരിക്കും കരമടിച്ചേ. അതുപോലെ നമ്മുടെ സന്ധ്യയുടെ മോള്, ആ കൃപ മോള്, അവളും എല്ലാറ്റിനും A+ വാങ്ങിച്ചു. അവൾ വന്നിട്ടില്ല അല്ലെ? അടുത്ത ആരെങ്കിലും ഉണ്ടോ കൊടുക്കാനായിട്ടുള്ള? ആരെങ്കിലും മുന്നോട്ട്? ആരാ? മിനിസ്റ്റർ മോള് വന്നിട്ട് സിസ്റ്റർ വന്നട്ടെ. ആരെങ്കിലും മോള് വാ. ശരിക്കും കരം പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കും. നമുക്ക് ഓഫറിംഗ് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.